ഭാരക്കൂടുതലുള്ള ഒരുപാട് ആൾക്കാർ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു പേടിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒരുപാട് ആൾക്കാർക്ക് വെയിറ്റ് കുറയ്ക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെ ഉള്ളിലുള്ളൊരു സീക്രട്ട് ഫിയർ, അത് പുറത്ത് പറയാൻ മടിയായിരിക്കും അവർക്ക് പലപ്പോഴും. അതായത് വെയിറ്റ് കുറയും സ്കെയിലിൽ നോക്കുമ്പോൾ, പക്ഷേ അവരുടെ ബോഡിയുടെ ഷേപ്പ് മാറും എന്നുള്ള പേടി. പ്രത്യേകിച്ച് ഫിറ്റ് ആവുന്നതിന് പകരം അവരൊരു സാഗിയായി അവിടെ ഇവിടെയൊക്കെ തൂങ്ങിയിട്ട് ചിലപ്പോൾ ഒരു ടയറിൻ്റെ കാറ്റൂരി വിട്ട പോലെയുള്ള ഒരു അപ്പിയറൻസ് ആവും എന്നുള്ളൊരു പേടി മനസ്സിലുണ്ടാവും. പല ആൾക്കാരും അത് പുറത്ത് പറയാറില്ല എന്നുണ്ടെങ്കിൽ കൂടി. ഈ ഒരു ആസ്പെക്റ്റ് ആൻറ്റി ഒബിസിറ്റി, അതായത് ഭാരക്കൂടുതലുള്ള ചികിത്സയുടെ ഈ ഒരു ആസ്പെക്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അത് വെറും തിയറി മാത്രമല്ല, ഇത് പ്രാക്ടിക്കലായിട്ട് സർജറി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സർജൻ, ഒരു എസ്തെറ്റിക് പ്ലാസ്റ്റിക് സർജനുമായിട്ട് ആണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഡോക്ടർ ജേക്കബ് ആൻ്റണി ചാക്യാത്ത്. Dr. Jacob Anthony Chakyath is the aesthetic plastic surgeon at KIMS Al-Shifa Hospital, പെരിന്തൽമണ്ണ. അദ്ദേഹത്തിൻ്റെ ഈ ഒരു എസ്തെറ്റിക് സർജറിയിലുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഭാരക്കൂടുതലുള്ള പേഷ്യൻസിന് ഉപയോഗപ്പെടുന്നുള്ളത് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഇതിൽ ഞാനൊരു എൻഡോക്രൈനോളജിസ്റ്റാണ്. എൻ്റെ ഭാഗം ഭാരക്കൂടുതൽ മരുന്ന് കൊടുത്ത് ചികിത്സിക്കുക എന്നുള്ളതാണ്. അതിന് ശേഷമാണ് ഈ ഇദ്ദേഹത്തിൻ്റെ റോൾ വരുന്നത്. അപ്പോൾ വെൽക്കം ഡോക്ടർ ജേക്കബ്. താങ്ക് യു ഡോക്ടർ വിഷ്ണു. ഡോക്ടർ വിഷ്ണു പറഞ്ഞ പോലെ ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ഫിയർ ഞാൻ വെരി കോമൺലി എൻ്റെ OPD-യിൽ ഫേസ് ചെയ്യുന്നതാണ്. വെയിറ്റ് ലോസ് കഴിഞ്ഞിട്ട് അവർക്ക് ആ ഒരു സാഗിങ്ങിൻ്റെ കൺസേൺ. ആൻഡ് ഐ എം വെരി ഹാപ്പി ദാറ്റ് വി ആർ ഡിസ്കസിങ് ടുഡേ ദിസ് വെരി ഓപ്പൺ തിങ്. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ്. ഡോക്ടർ ജേക്കബ്, ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഓഡിയൻസിന് ഞാൻ എന്താ ചെയ്യുന്നത്, എൻ്റെ റോൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കട്ടെ. ഞാൻ എൻഡോക്രൈനോളജിസ്റ്റാണ്. എൻഡോക്രൈനോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒബിസിറ്റി മെഡിക്കലി ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറാണ്. അതിന് വേറെ ഓപ്ഷൻസ് ഉണ്ട്. സർജറി ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്, ബാരിയാട്രിക് സർജറി. പക്ഷേ ഇപ്പോൾ മെഡിസിൻസ്, അതായത് വെയിറ്റ് ലോസിനുള്ള GLP-1 ഗ്രൂപ്പിൽ പെടുന്ന മെഡിസിൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വിഗോവി, ബൊസൻബിക്, മോഞ്ചാരോ, ഇത്തരത്തിലുള്ള മരുന്നുകളൊക്കെ ഇപ്പോൾ വളരെ എഫക്റ്റീവാണ്, സേഫുമാണ് പല രീതിയിലും. എല്ലാവർക്കൊന്നും ഞാൻ പറയുന്നില്ല, അത് നിങ്ങളുടെ ഡോക്ടറെ കൺസേൺ, ഇതൊരു മെഡിക്കൽ അഡ്വൈസ് ആയിട്ട് എടുക്കരുത്. പക്ഷേ നിങ്ങൾ സ്വന്തം ഡോക്ടറെ കണ്ടിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ സൈഡ് ഇഫക്റ്റ് ഒക്കെ നോക്കി അതിൻ്റെ കോൺട്രാ ഇൻഡിക്കേഷൻസ് ഒക്കെ നോക്കി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സേഫായി എഫക്റ്റീവായിട്ടുള്ള മെഡിസിൻസ് ഇപ്പോൾ നമുക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ടുണ്ട്. ആ ഒരു പാർട്ടാണ് അത് ഫസ്റ്റ് പാർട്ടാണ്. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഡോക്ടർ ജേക്കബിനെ ഒന്ന് കേൾക്കാം. ഡോക്ടർ വിഷ്ണു, നമ്മുടെ ഒരു വെയിറ്റ് ലോസ് ജേർണിയിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ലൂസിങ് വെയിറ്റ്. യെസ്. പലപ്പോഴും നമ്മുടെ സ്കിന്നും ബോഡിയിലത്തെ മറ്റു ഫാറ്റ് ലെയേഴ്സും ബോഡിയുടെ ഷേപ്പും ഈ ഒരു പേസ് മാച്ച് ചെയ്യില്ല. ആ പേസിൽ മാച്ച് ചെയ്യില്ല, ആ പേസിലങ്ങ് മാച്ച് ചെയ്യില്ല. അപ്പോൾ പലപ്പോഴും സ്കിൻ സാഗിങ് കണ്ടീഷൻസ് പോലെ വരും. പേഷ്യന്റ് വളരെ ഹാപ്പി ആയിരിക്കും അവരുടെ വെയിറ്റ് കുറഞ്ഞു എന്നുള്ളത്. പക്ഷെ അവർ ആ ഇട്ട ഒരു എഫേർട്ടിന് അവരുടെ ബോഡിക്ക് ആ ഒരു റെസ്പോൺസ് കിട്ടുന്നില്ല എന്നുള്ളൊരു കണ്ടീഷനിലാണ് ബോഡി കോൺടൂറിങ്ങിന്റെ കാര്യം അവരോട് സജസ്റ്റ് ചെയ്യുന്നത്. വി ആർ അഡ്രസ്സിങ് ദ ലാക്ക് സ്കിൻ ആൻഡ് സ്റ്റബേൺ ഫാറ്റ്. ഓക്കെ. അപ്പോൾ നമുക്കൊരു കാര്യം ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാം ആൾക്കാർക്ക്. അതായത് ബോഡി വെയിറ്റ് കുറയ്ക്കുന്നതും ബോഡി കോൺടൂറിങ്ങും രണ്ടും ഒന്നല്ല, രണ്ട് സെപ്പറേറ്റ് കാര്യങ്ങളാണ്. ബോഡി വെയിറ്റ് കുറഞ്ഞതിന് ശേഷം ആവശ്യമുള്ളവർക്ക്, എല്ലാവർക്കും ചിലപ്പോൾ ആവശ്യം വന്നോണമെന്നില്ല, പക്ഷേ ആവശ്യമുള്ളവർക്ക് ചെയ്യുന്ന ഒരു സെക്കൻഡ് പ്രൊസീജിയറാണ് ബോഡി കോൺടൂർ. എക്സാക്ട്ലി അല്ലേ. ബോഡി വെയിറ്റ് ലോസ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്, whereas body contouring is the finishing step whenever needed. Yes. ഡോക്ടർ ജേക്കബ്, ഞാൻ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കണമെന്ന് വിചാരിച്ചു. ഓരോ പേഷ്യൻസ് ഒരുപാട് വെയിറ്റ് ഒരുമിച്ച് സഡനായിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ടിപ്പിക്കലി അവരുടെ ബോഡിയിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത്? The most common concern is sagging or laxity of the skin, okay, which affects most commonly in the abdomen. അത് കൂടാതെ ആംസിൽ വരാം, തൈ റീജിയനിൽ വരാം, ചെസ്റ്റില്, ബാക്ക് റീജിയനിലും ഈ പറഞ്ഞ പോലെ എക്സസ് സ്കിൻ ലാക്സിറ്റി വരാം. അതേ കൂടെ തന്നെ വളരെ സ്റ്റബേൺ ഫാറ്റ്സുകളും ഈ പറഞ്ഞ പോലെ അവിടെ തന്നെ കിടക്കാറുണ്ട്. ഈ കണ്ടീഷൻസ് ആണ് മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ OPയിൽ അഡ്രസ് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും, ഇങ്ങനെ ഫാറ്റ് പോയി കഴിഞ്ഞാൽ ഒരു ഭാഗത്തുനിന്നുള്ള ഫാറ്റ് മാത്രം പോയി ബാക്കിയുള്ള ഭാഗത്ത് ഫാറ്റ് നിന്നു. ചിലപ്പോൾ നമ്മൾ ചില ആൾക്കാരൊക്കെ ഇപ്പോൾ TV-യിലൊക്കെ കാണാറുണ്ടല്ലോ, ചില സെലിബ്രിറ്റീസൊക്കെ. അപ്പോൾ അവരുടെ പോലെയുള്ള ഷേപ്പ് ആവും എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ആരുടെ പേരൊന്നും ഞാൻ പറയില്ല, പക്ഷെ അതൊക്കെ ഒരു പേടിയാണ് ആൾക്കാരുടെ മനസ്സിൽ. അപ്പോൾ ഇതൊരു പെർമനന്റ് ഡിസ്ഫിഗർമെന്റ് ആണോ? ഇതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ഡിസ്ഫിഗർമെന്റ് അല്ല.
ഇതൊരു നോർമൽ ഫിസിയോളജിക്കൽ ബോഡി ചേഞ്ച് ആണ്. വൺസ് എ പേഷ്യന്റ് ലൂസ് എ സിഗ്നിഫിക്കന്റ് ബോഡി വെയിറ്റ്, ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ ഒരു സ്റ്റബേൺ ഫാറ്റും അതേപോലെ തന്നെ എക്സസ് ആയിട്ടുള്ള ലൂസ് സ്കിൻസും. സോ ഇതൊരു ഹെൽത്ത് ഇഷ്യൂ അല്ല. അവരുടെ ബോഡി ഇത് കാരണം ഒരു റൂവിൻ്റെ സ്റ്റേറ്റിലാണെന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. മറിച്ച് അവർക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ സ്കിന്നും എക്സസ് ഫാറ്റും സ്റ്റബേൺ ഫാറ്റും റിമൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ് ബോഡി കോണ്ടൂറിംഗ് പ്രൊസീജിയർ. അപ്പോൾ അവർക്ക് കോൺഫിഡൻസ് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. കാരണം പലപ്പോഴും നമ്മുടെ എക്സ്പെക്ടേഷൻസ് അനുസരിച്ചുള്ള ഒരു റിസൾട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഹെൽത്ത് എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഫൈനലി എല്ലാവരും അവസാനം ഫോക്കസ് ചെയ്യുന്നത് ബോഡി ട്രാൻസ്ഫോർമേഷൻ ആൻഡ് കോൺഫിഡൻസിലാണ്. അപ്പം നമുക്ക് ആക്ച്വലി എന്താണ് നിങ്ങൾ ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ടും ഒന്ന് പറയാം, ആക്ച്വൽ സൊല്യൂഷൻസ്. അപ്പോൾ ഈ പറഞ്ഞ ബോഡി കോണ്ടൂറിംഗ് എന്ന് പറയുന്നതിൽ എന്തൊക്കെയാണ് പെടുക? ബോഡി കോണ്ടൂറിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു ബ്രോഡ് സ്പെഷ്യാലിറ്റിയാണ്. അതിൻ്റെ അകത്ത് ബേസിക് പ്രിൻസിപ്പിൾ ഇതാണ്: നമ്മളുടെ ബോഡിയിൽ എക്സസ് ആയിട്ടുള്ള ഫാറ്റോ അല്ലെങ്കിൽ സ്റ്റബേൺ ഫാറ്റോ ലൂസ് സ്കിൻ അഡ്രസ് ചെയ്യുന്ന ഏതൊരു പ്രൊസീജിയറിനെയും ബോഡി കോണ്ടൂറിംഗ് പ്രൊസീജിയർ എന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് ചെയ്യുന്ന സൈറ്റാണ് അബ്ഡോമൻ. അതിന് പറയുന്നതാണ് അബ്ഡോമിനോപ്ലാസ്റ്റി ഓർ ടമ്മി ടക്ക് പ്രൊസീജിയർ. ഇതേ എക്സസ് ഫാറ്റും ലൂസ് സ്കിന്നും കയ്യിൽ ആം റീജിയനിൽ ഉണ്ടാവുമ്പം അതിന് ആം ലിഫ്റ്റ് എന്ന് പറയും. തൈസിലെ എക്സസ് ഫാറ്റ് എക്സസ് സ്കിൻ വരുമ്പം തൈ ലിഫ്റ്റ് പ്രൊസീജിയർ ചെയ്യണം. ബാക്കിലോ അല്ലെങ്കിൽ ലോവർ ബോഡിയിലോ വരുവാണെങ്കിൽ അപ്പർ ആൻഡ് ലോവർ ബോഡി ലിഫ്റ്റ് പ്രൊസീജിയേഴ്സ് എന്ന് പറയും. ബ്രസ്റ്റിലും അല്ലേ? തീർച്ചയായിട്ടും ബ്രസ്റ്റിൽ സാഗിങ് വരുവാണെങ്കിൽ ബ്രസ്റ്റ് ലിഫ്റ്റ് പ്രൊസീജിയേഴ്സ് എന്നും പറയും. അപ്പോൾ ഇത് ഒരുപാട് സർജറിയുടെ കാര്യമല്ലേ പറഞ്ഞത്? സർജിക്കൽ അല്ലാതെ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ആക്ച്വലി ആൾക്കാർക്ക്? ദാറ്റ് ഈസ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. സർട്ടൻ പേഷ്യൻസിൽ ഈ ലാക്സിറ്റി തന്നെ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ആയിട്ട് കാറ്റഗറൈസ് ചെയ്യും. എ പേഷ്യന്റ് ഹു ഇസ് having a very mild or moderate skin laxity, ഒരു പ്രോപ്പർ പേഷ്യന്റ് സെലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് അവർക്ക് മിനിമൽ ഇൻവേസീവ് അല്ലെങ്കിൽ ഒരു നോൺ സർജിക്കൽ അല്ലെങ്കിൽ ഒരു കീ ഹോൾ സർജറി വഴി ഈ പറഞ്ഞ സ്കിൻ ടൈറ്റനിങ് പ്രൊസീജിയേഴ്സ് ചെയ്യാം. അതിനുവേണ്ടി ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പല എനർജി ബേസ്ഡ് സ്കിൻ ടൈറ്റനിങ് ഡിവൈസുകളുണ്ട്, വിച്ച് യൂസസ് റേഡിയോ ഫ്രീക്വൻസി ആൻഡ് ജെ പ്ലാസ്മ ടെക്നോളജി, which is a very promising technology that we are introducing for the first time in Kerala here in our institute, where in selected patients having mild to moderate laxity, we can offer them non-surgical or minimal invasive skin tightening. Whereas for severe skin laxity ഉള്ള ഒരു പേഷ്യന്റിന് we have to go with surgically excision of the skin excess. Obviously നമ്മൾ ഓരോരുത്തരുടെയും സിവിയറിറ്റി അനുസരിച്ചാണ് ഏത് അസുഖത്തിനെയും ട്രീറ്റ് ചെയ്യാൻ. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഏതൊരു അസുഖമൊന്നും അല്ലെങ്കിൽ കൂടിയിട്ട് ഇതിനെ തന്നെ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്ന് ഡിവൈഡ് ചെയ്ത് പല ആൾക്കാർക്കും സർജറി ഇല്ലാതെ തന്നെ. അപ്പോൾ സർജറി പേടിയുള്ള കുറേ ആൾക്കാരുണ്ടാവും. അതെ, സർജൻ്റെ അടുത്ത് വന്നാൽ സർജറി ചെയ്യുമെന്ന് എല്ലാവർക്കും പേടിയുണ്ടാവില്ല. അതെ, സർജറി ഇല്ലാതെ തന്നെ പലപ്പോഴും ട്രീറ്റ് ചെയ്യാൻ പറ്റും. പലപ്പോഴും പേഷ്യന്റ് സെലക്ഷൻ ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. മൈൽഡ് ടു മോഡറേറ്റ് ലാക്സിറ്റി ഉള്ള ആൾക്കാർക്ക് ഈ ഒരു മിനിമൽ കപ്പൽ ദ്വാരം വഴി നമുക്ക് വലിയ സർജറി മാർക്കുകളില്ലാതെ സ്കിൻ ടൈറ്റനിങ് പ്രൊസീജിയർ ചെയ്യാം. ഓക്കെ, ഇതൊരു കോസ്മെറ്റിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് അല്ലെങ്കിൽ പ്രൊസീജിയർ ആണെന്നുള്ള നിലയ്ക്കാണ് എല്ലാവരും എടുക്കുക. പക്ഷെ ആക്ച്വലി ഇതിന് എന്തെങ്കിലും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടോ അല്ലെങ്കിൽ ഹെൽത്ത് കൺസേൺസിന് ഇത് അഡ്രസ് ചെയ്യുന്നുണ്ടോ ഈ ഒരു സർജറി? ദാറ്റ്സ് അനദർ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. സോ എല്ലാവരുടെയും ഒരു ധാരണയിൽ ഒരു അബ്ഡോമിനോപ്ലാസ്റ്റി എല്ലാം ഒരു കോസ്മെറ്റിക് പ്രൊസീജിയറാണ്. ഇതിനുപരി ഇതിനൊരു തെറാപ്യൂട്ടിക് അഡ്വാൻറ്റേജും കൂടിയുണ്ട്. ഓക്കെ, പലപ്പോഴും ഈ ഒരു സ്കിൻ ലാക്സിറ്റി കാരണം എക്സസ് ആയിട്ടുള്ള സ്കിന്ന് തൂങ്ങിക്കിടക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു കേരള ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റില് വേർപ്പ് വന്നടിഞ്ഞിട്ട് അവിടെ സ്കിൻ ഇൻഫെക്ഷനുള്ള സാധ്യത, റാഷസ് വരാം, ഒരു ഹൈജീൻ ഇഷ്യൂസ് വരാം. അത് കൂടാതെ തന്നെ പലപ്പോഴും മൊബിലിറ്റി ഇഷ്യൂ, നടക്കാനും മൂവ്മെന്റ് ഒന്നും ഫ്രീ ആവാതെ ഒരഞ്ഞിട്ടുള്ള റബ്ബ് റിലേറ്റഡ് ഇഷ്യൂസും റാഷസും എല്ലാം അഡ്രസ് ചെയ്യാനും ഈ പറഞ്ഞ ബോഡി കോണ്ടൂറിംഗ് പ്രൊസീജിയേഴ്സിന് സാധിക്കും. വെരി ഗുഡ്. പിന്നെ ഞാൻ OPയിൽ എപ്പോഴും കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡോക്ടർ ജേക്കബ്, അതായത് ഈ മരുന്നൊക്കെ എടുക്കണോ അതോ ലൈപ്പോസെക്ഷൻ ആണോ നല്ലതെന്ന്. അതായത് ലൈപ്പോസെക്ഷൻ ഒരു ട്രീറ്റ്മെന്റ് ആണോ ഒബിസിറ്റിക്ക് എന്നുള്ള മട്ടിലാണ് അവർ ചോദിക്കുന്നത്. അവർക്ക് അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമോ? ലൈപ്പോസെക്ഷൻ എന്താണ്, ആക്ച്വലി എന്താ ചെയ്യുന്നത്? ലൈപ്പോസെക്ഷൻ ഒരു വെയിറ്റ് ലോസ് സർജറി അല്ല. ഇറ്റ് ഈസ് എ ബോഡി ഷേപ്പിംഗ് പ്രൊസീജിയർ. പേഷ്യൻസ് വന്നിട്ട് ചോദിക്കും, ഡയറ്റും എക്സസൈസും ചെയ്യാതെ ലൈപ്പോസെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരു ലോങ് റിസൾട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും.
ആ ഒരു ധാരണ വളരെ തെറ്റായ ഒരു ധാരണയാണ്. പലരും ഇതിനൊരു ഓൾട്രേഷൻ പോലെയാണ് ലൈപ്പോസക്ഷൻ കാണുന്നത്. ആ ഒരു പേഷ്യൻസിനെ നമ്മൾ ഡിസ്കറേജ് ചെയ്ത് വിടാറാണ് ചെയ്യാറ്. ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ഡയറ്റും എക്സസൈസ് റുട്ടീനും ഉള്ളൂ, അവരൊരു നിയർ നോർമൽ ബോഡി വെയിറ്റിലേക്ക് എത്തുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു സ്റ്റബേൺ ഫാറ്റും എക്സസ് ആയിട്ടുള്ള മിനിമൽ സാഗിങ് ഉള്ള ഒരാൾക്ക് ലൈപ്പോസക്ഷൻ പ്രൊസീജിയർ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അല്ലാതെ ഇതൊരു ഡയറ്റിനോ എക്സസൈസിനോ ആവശ്യം വന്ന മെഡിസിൻ എടുക്കുന്നതിൻ്റെ ഒരു ഓൾട്രേഷൻ അല്ല ലൈപ്പോസക്ഷൻ പ്രൊസീജിയർ. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതായത് ബാരിട്രിക് സർജറി ആൾക്കാർ കേട്ടിട്ടുണ്ടാവും, ലൈപ്പോസക്ഷൻ അതുമായിട്ട് തെറ്റിദ്ധരിക്കും, അതാണെന്ന് വിചാരിക്കും. പലപ്പോഴും വളരെ ഹെവി ആയിട്ടുള്ള ആൾക്കാർ വന്ന് നേരെ ലൈപ്പോസക്ഷൻ ചെയ്ത് കുറെ വെയിറ്റ് കുറയ്ക്കാം എന്ന് ധാരണയാൻ വരുന്നുണ്ട്. അത് വളരെ ഒരു തെറ്റാണ്. അപ്പോൾ നമ്മൾ ഫാറ്റ്, സ്റ്റബൺ ഫാറ്റ് എടുത്ത് മാറ്റുന്നതിനെ പറ്റി പറഞ്ഞു. ഇനി ചില സ്ഥലങ്ങളിൽ നമുക്ക് ഫാറ്റ് ഒരു വൃത്തിയായിട്ട് ഭംഗിയായിട്ടിരിക്കുന്ന ഏരിയാസ് ഉണ്ടല്ലോ, ഫേസിൻ്റെ ഒരു ഷേപ്പും അല്ലെങ്കിൽ ബാക്കി ബോഡിയുടെ പല ഏരിയാസിലും ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് തന്നെ സബ്ക്യൂട്ടേനിയസ് ഈ ഫാറ്റാണ്. അപ്പോൾ ആ ഫാറ്റ് നമ്മൾ വെയിറ്റ് ലോസിനുള്ള മരുന്നുകൾ കൊടുത്തിട്ട് ആ നല്ല ഫാറ്റും പോകുമെന്നുള്ള ഒരു പ്രശ്നവും ഒതുക്കുന്നുണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റും? ഒരു ഏരിയ ഹോളോയിങ് വന്നു, ആ ഒരു ഏരിയയിലുള്ള ഫാറ്റ് പോയിന്നുണ്ടെങ്കിൽ അതിനെന്താണ് ഡോക്ടർ ജേക്കബിന് ഓഫർ ചെയ്യാനുള്ളത്? അനദർ വെരി കോമൺ കണ്ടീഷൻ. പലപ്പോഴും ആൾക്കാർ വെയിറ്റ് ലോസും അതിനുവേണ്ടിയുള്ള ഡയറ്റും എക്സസൈസും ചെയ്യും, ആവശ്യം വന്ന ഒരു മെഡിസിൻസ് എടുക്കും. പക്ഷെ അവർ വിചാരിക്കുന്ന സ്ഥലത്തുനിന്നായിരിക്കില്ല ഫാറ്റ് ലൂസ് ചെയ്യുന്നത്. മോസ്റ്റ്ലി അവരുടെ ഫേസിന്ന് ഫാറ്റ് ലൂസ് ചെയ്യുന്നു, ഫേസിൽ ഹോളോയിങ് വരുന്നു, ഏർലി ഏജിങ് ചേഞ്ചസ് പോലെ കാണുന്നു. അതുകൂടാതെ തന്നെ ബ്രസ്റ്റ് റീജിയനിലും ഈ പറഞ്ഞ പോലെ സാഗിങ് പോലെ വരുന്നു. അതേപോലെ തന്നെ ബട്ടക്സ് റീജിയനിൽ ഒരു ഡീഫ്ലേറ്റഡ് ഫീലിംഗ് വരുന്നു. ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ അല്ലാതെ നേരെ ഓപ്പോസിറ്റ് കണ്ടീഷൻ ഓഫ് വാട്ട് വി വർ ടെല്ലിംഗ്, ലൈക്ക് ബോഡിയിൽ നിന്ന് ഫാറ്റ് ലൂസ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ. അങ്ങനെ ഇരിക്കുന്ന ഒരു കണ്ടീഷൻ ഓഫർ ചെയ്യുന്ന പ്രൊസീജിയറാണ് ഫാറ്റ് ഗ്രാഫ്റ്റിംഗ്. ഇത് നമ്മൾ ഫേസിൽ ചെയ്യുമ്പോൾ ഫേഷ്യൽ ഫാറ്റ് ഗ്രാഫ്റ്റിംഗ്, ബ്രസ്റ്റിലാവുമ്പോൾ നമ്മൾ ബ്രസ്റ്റ് ഓഗ്മെന്റേഷൻ വിത്ത് ഫാറ്റ് എന്ന് പറയും. അതേപോലെ തന്നെ ബട്ടക്സ് റീജിയനിലാണെങ്കിൽ നമ്മൾ ബ്രസീലിയൻ ബട്ട് ലിഫ്റ്റ് യൂസിങ് യുവർ ഓൺ ഫാറ്റ്, നമ്മൾ ഒരു ബട്ടക്സിന് ഒരു ഷേപ്പ് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഒരു യുവത്വം കീപ്പ് ചെയ്യാനാണ്. ഫാറ്റ് ഹാസ് എ റീജനറേറ്റീവ് പൊട്ടൻഷ്യൽ, സോ അവർക്കൊരു യുവത്വം കീപ്പ് ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞ ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് പ്രൊസീജിയർ ഒരു വെരി ഹെൽപ്ഫുൾ പ്രൊസീജിയറാണ്. ഇതൊരു പേര് തന്നെയായി മാറിയിട്ടുണ്ടല്ലോ, ഒസംപിക് ഫേസ് തന്നെ പറയും. മോഞ്ചാരോ ബേബീസ്, ഒസംപിക് ഫേസ്, ഇതൊക്കെയാണ് ഇപ്പൊ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. പെർഫെക്റ്റ് എക്സാമ്പിൾ. ഇതേ കാരണം കൊണ്ട് പലവരും ഒപ്പിൽ വരുന്നുണ്ട് ഹോളോയിങ് ഓഫ് ദ ഫേസ്. കാരണം അവർ വിചാരിച്ച സ്ഥലത്ത് നല്ല ഫാറ്റ് പോയിരുന്നത്. നമുക്ക് അവിടെ ഓഫർ ചെയ്യാൻ പറ്റുന്നത് ഫേഷ്യൽ. അവർ വിചാരിക്കുന്ന സ്ഥലത്തും പോകും, പിന്നെ അതിന്റെ കൂടെ ഇതും പോകുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫേസ് ഒന്നും നമ്മൾ സംസാരിക്കുമ്പോൾ പറയില്ലല്ലോ പേഷ്യൻസിനോട്. വെയിറ്റ് കുറയുന്ന അവർ പ്രതീക്ഷിക്കുന്ന ചിലപ്പോൾ അവർ വയറ് കുറയുന്ന വയറായിരിക്കും. അതൊരു വെരി കോമൺ കണ്ടീഷനാണ്. അതിന് നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയറാണ് ഫേഷ്യൽ ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ആൻഡ് ഈവൻ in the breast and buttock region for rejuvenation. ഇപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷനെ പറ്റിയിട്ടാണ്, ബോഡിയിലുള്ള ചേഞ്ചസ്. അതിനേക്കാളിലൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കണക്കാക്കുന്ന ഒരു കാര്യം ഇമോഷണൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ആണ്, സൈക്കോളജിക്കൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ആണ്. അതിനെ പറ്റി എന്താണ് ഡോക്ടർ ജേക്കബിന് പറയാനുള്ളത് എക്സ്പീരിയൻസ് വെച്ചിട്ട്? Honestly, that is a very rewarding condition for a plastic surgeon as well. പലപ്പോഴും അവർ ഈ ഒരു ടാർഗറ്റ് വെയിറ്റ് അറ്റൈൻ ചെയ്ത് വന്നു, എന്നിട്ടും അവർക്ക് ആ എക്സ്പെക്ട് ചെയ്ത ഒരു റിസൾട്ട് കിട്ടുന്നില്ല ബോഡി ഷേപ്പിന്റെ രീതിയിൽ എന്ന് പറഞ്ഞു വരുന്ന പേഷ്യൻസിന് ബോഡി കോൺടൂറിങ് പ്രൊസീജിയേഴ്സും അതേപോലെ തന്നെ ഇപ്പോൾ ഒസാംബിക് ഫേസ് അല്ലെങ്കിൽ ഫാറ്റ് ലോസ് ഉള്ള സമയത്ത് നമ്മൾ റീപ്ലനിഷ് ചെയ്ത് കഴിയുമ്പം അവരുടെ ആ ഒരു എക്സൈറ്റ്മെന്റും അവരുടെ ആ ഒരു സർപ്രൈസും വിച്ച് ഇസ് ആസ് ഇക്വലന്റ് ഓർ മോർ ഇൻ അച്ചീവിങ് ദാറ്റ് വെയിറ്റ് ലോസ്, അവർ ആ ഒരു ബോഡി റീഗെയിൻ ചെയ്തു എന്ന് പറയുന്ന ആ ഒരു സന്തോഷം, that is the true transformation according to me. Okay, actually as doctors we are more worried about their metabolic health. We are looking at their blood glucose, exactly, BP and all that stuff. Yes. But people might not be that interested, or not, that might not be the major reason why the patient came to us. Exactly. They must be worried about our body, our confidence level, our appearance, body shaming. Actually പലതരം ബോഡി ഷെയിമിങ് is important. These things are more important to them than the long-term medical health and health issues and that. So ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. We are treating the whole person, not the number on a lab test or exactly. ഈ സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആൾക്കാർ നോൺ മെഡിക്കൽ പേഴ്സൺ എന്താണെങ്കിലും ഒരു പേടി ഉണ്ടാവും. നമുക്ക് കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ സർജറി കൊണ്ടുണ്ടാകുന്ന ഭയങ്കര അപകടങ്ങൾ, ഇതാണ് നമ്മൾ ന്യൂസ് പേപ്പറിലും ടി വിയിലും ഒക്കെ കണ്ടുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി അഡ്രസ്സ് ചെയ്താൽ നമ്മൾ മുന്നോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. സേഫ്റ്റി ഇഷ്യൂസ് തന്നെ ആയിരിക്കും പലപ്പോഴും സർജറിൻ്റെ അടുത്തേക്ക് വരാൻ മടിക്കുന്നതും ആൾക്കാർ. അപ്പോൾ സേഫായിട്ട് ഇതിൻ്റെ സേഫ്റ്റി ഇഷ്യൂസ് എന്താണ് ആക്ച്വലി അതും അന്ന് പറയണം. പിന്നെ അതുപോലെ തന്നെ ഇതെങ്ങനെ സേഫായിട്ട് ഈ സർജറി ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. ഫസ്റ്റ് ഓഫ് ഓൾ, സർജറി ഒരു ഷോർട്ട് കട്ട് അല്ല. ഫസ്റ്റ് പേഷ്യന്റ് ഒരു അഡിക്വേറ്റ് ആയിട്ടൊരു വെയിറ്റ് ലോസ് അറ്റൈൻ ചെയ്ത് അത് സ്റ്റേബിൾ ആകണം ഒരു ഓവർ ദ പീരിയഡ് ഓഫ് 6 months. ഒരു ഗൈഡ് ലൈൻസിലും 6 months എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ നമുക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ടാവണം ആ പേഷ്യന്റ് ആഗ്രഹിച്ച ഒരു വെയിറ്റ് ലോസിലേക്ക് എത്തി, അതൊരു കുറച്ച് നാളത്തേക്ക് സ്റ്റേബിൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു എന്നൊരു പീരീഡിൽ മാത്രമാണ് ഒരു സർജിക്കൽ പ്രൊസീജിയർ ആയിട്ട് മുന്നോട്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ പലപ്പോഴും പേഷ്യന്റ് റഷ് ചെയ്യുന്നതും നമുക്ക് കാണാറുണ്ട്. വെയിറ്റ് ലോസ് എത്തി, ഇനി ആ സാഗിങ് പെട്ടെന്ന് ഒഴിവാക്കണം എന്നുള്ള കണ്ടീഷനിൽ ഉടനെ വന്ന് സർജറി ആസ്ക് ചെയ്യുന്ന കുറെ പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാ പേഷ്യൻസിന്റെ അടുത്തും മിനിമം ഓഫ് 3 months to 6 months ഒരു സ്റ്റേബിൾ വെയിറ്റ് അറ്റൈൻ ചെയ്തതിന് ശേഷമാണ് ഒരു സർജറി ഓഫർ ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, ക്വാളിഫിക്കേഷൻ ഓഫ് സർജൻ, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു both certified plastic surgeon who is trained in doing aesthetic procedure, who is trained in doing a body contouring procedure, is the only qualified person to do. Because our single decision will decide the outcome and the complications ആര് ചെയ്താലും എക്സ്പെക്ട് ചെയ്യണം. പക്ഷേ ഒരു ട്രെയിൻഡ് കോസ്മെറ്റിക് പ്ലാസ്റ്റിക് സർജൻ ചെയ്താൽ ആ റിസ്ക് ഓഫ് having complications will be very less. And if suppose any complication arise, he is very well trained to manage that. അപ്പോൾ പബ്ലിക് അവെയർ ആവേണ്ട ഒരു കണ്ടീഷൻ ഇതാണ്. ഇങ്ങനെ ഒരു ബോഡി കോണ്ടൂറിംഗ് പ്രൊസീജിയേഴ്സിന് പോകുന്ന സെന്ററിലെ സർജന്റെ ക്വാളിഫിക്കേഷൻ, ഈസ് ഹി എ ട്രെയിൻഡ് കോസ്മെറ്റിക് പ്ലാസ്റ്റിക് സർജൻ? Is the facility good enough? Is there a facility which will take care if there is any complications arise? Adana most important second thing. The third most important thing is post-operative management. Idoru one-time management alla. It is a lifestyle modification. സർജറി കഴിഞ്ഞിട്ട് ഒരു സ്റ്റേബിൾ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പേഷ്യൻറ്റിന് മാത്രമാണ് ഒരു ലോങ് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് ഫോളോ അപ്പ് ആവശ്യമുള്ള സമയത്ത് ബോത്ത് എൻഡോക്രൈനോളജി ഡോക്ടറിനെയും ഓപ്പറേറ്റ് ചെയ്ത പ്ലാസ്റ്റിക് സർജനെയും കൺസൾട്ട് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അപ്പോൾ ഡോക്ടർ ജേക്കബ് പറഞ്ഞ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കുടക്കീഴിൽ എന്ന് പറയുന്ന പോലെ എല്ലാ ഫെസിലിറ്റീസും ഒരുമിച്ച് ഉണ്ടാവണം. ഇപ്പോൾ പറഞ്ഞ പോലെ എസ്തെറ്റിക് പ്ലാസ്റ്റിക് സർജൻ ഏറ്റവും ബെസ്റ്റ് ആളെ കണ്ടുപിടിച്ചാൽ തന്നെ അയാളുടെ കയ്യിൽ ഈ ഫെസിലിറ്റീസ് ഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ച് അയാൾ സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നിക്സ് ഇല്ലാത്ത സ്ഥലത്താണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇല്ലാത്ത സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഒക്കെ റിസൾട്ടിനെ അത് ബാധിക്കാം. അപ്പോൾ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരെ എല്ലാം കണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പല സർജറീസിനും നമ്മൾ ഡോക്ടറൊന്നും പറഞ്ഞു അതിനും സർജറി ചെയ്തു, എന്താ ചെയ്തെന്ന് പോലും അവർക്ക് അറിയുണ്ടാവില്ല. തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ പലപ്പോഴും പകുതിയാണോ എടുത്തത്, ഫുള്ളാണോ എടുത്തതെന്ന് പേഷ്യൻറ്റിനോട് പറയാത്ത, അല്ലെങ്കിൽ പേഷ്യൻ്റിന് അറിയില്ല അത് ഫൈനലി എന്താ സംഭവിച്ചത്. ഇങ്ങനത്തെ ഒരു സംഭവം ഈ കാര്യത്തിൽ വരാൻ നമ്മൾ അനുവദിക്കുന്നത് ശരിക്കും തെറ്റാണ്, അൺഎത്തിക്കലാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും വന്നിട്ട് ഡോക്ടർ ജേക്കബിനോട് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കി എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അവരുടെ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ കറക്റ്റാക്കിയതിന് ശേഷം മാത്രം ഇങ്ങനെ സർജറിയിലേക്ക് കിടക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഡോക്ടർ ജേക്കബും അത് തന്നെ പറയുള്ളൂ എന്ന് എനിക്കറിയാം. അപ്പം നമ്മൾ ഫൈനലി ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഓരോ പേഷ്യൻറ്റും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഏത് പേഷ്യൻറ്റിന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്, അല്ലെങ്കിൽ എന്ത് ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കേണ്ടതെന്നുള്ളത് എങ്ങനെയാണ് ഡോക്ടർ ജേക്കബ് ഡിസൈഡ് ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, എല്ലാവരുടെയും ഒരു വെയിറ്റ് ലോസ് ജേർണി വളരെ യൂണീക്കാണ്. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടീം വർക്ക്. ഇപ്പോൾ നല്ലൊരു എൻഡോക്രൈനോളജിസ്റ്റ് ഒരു വെയിറ്റ് ലോസ് പ്ലാൻ ഡിസൈഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഡയറ്റീഷ്യൻ്റെ റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു നല്ലൊരു ഫിറ്റ്നസ് enthusiast, അല്ലെങ്കിൽ ഐ വുഡ് സേ എ ഫിസിയോതെറാപ്പിസ്റ്റ് ഹു ഹെൽപ്സ് ഇൻ ഡൂയിങ് ഓർ ഡയറക്റ്റിംഗ് അബൌട്ട് ദ വർക്ക്ഔട്ട് പ്ലാൻസ്, ആവശ്യം വന്ന ഒരു പീഡിയാട്രിക് സർജന്റെ ഹെൽപ്പ്. ഇതെല്ലാം
കഴിഞ്ഞതിന് ശേഷം ഒരു ബോഡി ഷേപ്പിംഗിന് വേണ്ടി പ്ലാസ്റ്റിക് സർജറി. സോ ഇറ്റ് ഈസ് എ കോംപ്രിഹെൻസീവ് ജേർണി വിച്ച് ഇൻക്ലൂഡ്സ് ദിസ് മച്ച് മൾട്ടി ഡിസിപ്ലിനറി ടീം. അതേപോലെ തന്നെ എങ്ങനെ ഒരു പേഷ്യന്റിനെ സെലക്ട് ചെയ്യുന്നു എന്ന് ഡിസൈഡ് ചെയ്യുന്നതും മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ആണ്. ആ ഒരു പേഷ്യന്റിന്റെ ഏജ്, ആ പേഷ്യന്റിന്റെ സ്കിന്നിന്റെ ക്വാളിറ്റി, എത്ര വെയിറ്റ് ലോസ് വരെ അവര് അച്ചീവ് ചെയ്തു, എന്താണ് പേഷ്യന്റിന്റെ ഗോൾ ആൻഡ് എക്സ്പെക്ടേഷൻ ബൈ ഡൂയിങ് എ ബോഡി കോണ്ടൂറിംഗ് പ്രൊസീജിയർ. ദിസ് ഓൾ ഡിസൈഡ്സ് അബൌട്ട് ദ ഫൈനൽ ഔട്ട്കം ഓർ ഫൈനൽ എക്സ്പെക്ടേഷൻ മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് ഈ കുറെ ഫാക്ടേഴ്സ് ഡിസൈഡ് ചെയ്യുന്നതാണ് ബോഡി കോണ്ടൂറിംഗ് പ്രൊസീജിയർ or a comprehensive weight loss journey. Yes. അപ്പോൾ in my opinion this was a very important discussion. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാനൊന്ന് സമ്മറൈസ് ചെയ്യാം നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങൾ. ആരെങ്കിലും വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് അവരുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഓൾവേസ് ടു കൺസൾട്ട് എ ഗുഡ് എൻഡോക്രൈനോളജിസ്റ്റ് ഓർ എ വെയിറ്റ് ലോസ് സ്പെഷ്യലിസ്റ്റ്, ബariatric സ്പെഷ്യലിസ്റ്റ് ടു സ്റ്റാർട്ട് ലൂസിങ് ദർ വെയിറ്റ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഓൾവേസ് ദാറ്റ്. വെയിറ്റ് ലോസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതിനുശേഷം എന്ത് സംഭവിക്കും എന്നുള്ളത് ആ സമയത്ത് തന്നെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങുന്നത് തന്നെ. പക്ഷേ ഇൻ കേസ് ഇഫ് നീഡഡ്, consulting with your doctor, or you can directly consult a plastic surgeon to see how much of improvement or what all procedures can be done. Most importantly, non-surgical techniques പലതുണ്ട്. മൈൽഡ് കേസസിനൊക്കെ അത് മതിയാവും. പക്ഷേ ഇഫ് നീഡഡ് സിവിയർ കേസസിൽ, പ്രത്യേകിച്ച് സ്റ്റബോൺ ഫാറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സർജിക്കൽ ഓപ്ഷൻസും വളരെ നല്ല എഫക്റ്റീവായിട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി നമുക്കിപ്പോൾ ഇവിടെ ഉണ്ട്. അത് മാത്രമല്ല, അതൊരു പ്രോപ്പർ ടൈമിങ്ങോട് കൂടിയിട്ട് പ്രോപ്പർ മെത്തഡോളജിയിൽ ഒരു വെൽ ട്രെയിൻഡ് സർജൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ റിസൾട്ട്സ് വിൽ ബി ഗുഡ്. Exactly, Dr. Vishnu. True transformation is not about losing weight. It is all about being the best confident version of yourself. Yes, definitely. Thank you, Dr. Jacob, for being part of this podcast, and also I think our viewers will learn a lot from this. Thank you, Dr. Vishnu. Thank you all for joining.